മുസ്ലിം ജമാഅത്ത് ഫെഡറേഷന്റെ ഉജ്ജ്വലമായ ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനായ കടക്കൽ അബ്ദുൽ അസീസ് മൗലവി, തൊടിയൂർ മുഹമ്മദ് കുഞ്ഞു മൗലവി, അഡ്വക്കേറ്റ് കെ പി മുഹമ്മദ് സാഹിബ്, പ്രിയപ്പെട്ട ഉലമാക്കൾ, ഉമറാക്കൾ, ജമാഅത്ത് ഭാരവാഹികൾ, എല്ലാവരുടെയും ആത്മാർത്ഥമായ ആഗ്രഹം ബഹുമാനപ്പെട്ട കേന്ദ്ര സർക്കാരിന്റെ മുമ്പിലും രാജ്ഭവന്റെ മുമ്പിലും നമ്മൾ സമർപ്പിക്കുകയാണ്. 2025 ഏപ്രിൽ മാസം 3-ാം തീയതി ലോക്സഭയിലും 4-ാം തീയതി രാജ്യസഭയിലും അവതരിപ്പിച്ച് പാസാക്കിയ ഈ കരിനിയമം പിൻവലിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്ന് കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ ആവശ്യപ്പെടുകയാണ്. പാർലമെന്റിൽ കേവലം 24 അംഗങ്ങൾ മാത്രമാണ് മുസ്ലിമീങ്ങളായിട്ടുള്ളത്. എന്നാൽ ഇന്ത്യയുടെ പാർലമെന്റിൽ ശ്രീ NK പ്രേമചന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ 232 അംഗങ്ങൾ ഈ ബില്ലിനെതിരായി അതിശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് വോട്ട് ചെയ്യുകയുണ്ടായി. വഖഫ് ഭേദഗതി നിയമം പാർലമെന്റ് പാസാക്കിയെങ്കിലും 2025 ഏപ്രിൽ മാസം 3-ാം തീയതി അർദ്ധരാത്രി ഇന്ത്യയുടെ പാർലമെന്റിൽ മുഴങ്ങിക്കേട്ട ശബ്ദം ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികൾ ഒറ്റക്കെട്ടായി ഇന്ത്യയിലെ മുസ്ലിമീങ്ങളുടെ സ്വത്തും സത്വവും ചോദ്യം ചെയ്യപ്പെടുന്ന, അടിവേറിറക്കുന്ന ഈ നിയമത്തിനെതിരായി സ്വീകരിച്ച ശക്തമായ നിലപാട് ഭാരതത്തിൽ മതനിരപേക്ഷ ജനാധിപത്യ ചേരി അതിശക്തമായ നിലയിൽ തിരിച്ചു വരാൻ പോകുന്നു എന്നുള്ളതിന്റെ സൂചനയായി നമ്മൾ കണക്കാക്കുകയാണ്. മോഡിയുടെയും അമിത്ഷായുടെയും ഈ ദുഷ്ടലക്ഷ്യങ്ങൾ ഭാരതത്തിൽ നടപ്പിലാക്കുവാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ പ്രകാരം ഭാരതത്തിലെ മുസ്ലിമീങ്ങൾ അതിശക്തമായ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തപ്പോൾ അതിന്റെ മുൻനിരയിൽ ഇവിടുത്തെ ഉലമാക്കളെ പ്രകാരം നേതൃത്വം കൊടുത്തു. അതേ നിലയിൽ ഇന്ന് ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ബോർഡും ജംഇയ്യത്തുൽ ഹിന്ദും രാജ്യവ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രക്ഷോഭത്തിന് അതിശക്തമായ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിൽ ആദ്യമായി സമര പോരാട്ടത്തിൽ ഇറങ്ങിയത് ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. ആ ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിൽ കേരളത്തിലെ മുസ്ലിമീങ്ങൾ ഒറ്റക്കെട്ടായി ഈ കരാള നിയമം, ഈ കാടൻ നിയമം, ഈ കരിനിയമം പിൻവലിക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. അഭിവാദ്യങ്ങൾ. ഭാരതം ജയിക്കട്ടെ.